അനശ്വരക്കുട്ടി നന്നായി പാടി മോളെ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഭാഗങ്ങള് ഒരു ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു, അതായത് സംഗതികളുടെ ക്ലാരിറ്റി. എന്തേ നീ എന്തേ ഒന്ന് പാടിക്കാന്ന്. എന്തേ എന്തേ ആ രാഗം. ആ ആ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ. ഇപ്പൊ കറക്റ്റ് ആയിരുന്നു. ആ അടുത്തത് ഇത് മോള് നേരത്തെ പാടിയപ്പോൾ ഇത്രയും ഒരു സുഖം കിട്ടിയില്ല. ഈ പാട്ടിൽ ഹസ്കിനെസ് കൊടുക്കേണ്ട ഇടങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അത്രമേൽ എന്ന് പറയുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ചിത്ര ഹസ്കിനെസ് കൊടുത്തിരിക്കുന്നത്. അപ്പം മോൾ ആദ്യം തൊട്ടേ ഹസ്കി ആയിട്ട് പാടി തുടങ്ങിയാൽ ഹസ്കിയുടെ മേളിൽ ഹസ്കി ആവും, ഒരു വെറൈറ്റി മനസ്സിലാവില്ല. അത് അപ്പൊ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് തുടങ്ങണം. ഇപ്പൊ ഞാൻ ആദ്യം തൊട്ടേ മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി അങ്ങനെ പാടിയിട്ട് അത്രമേൽ അങ്ങനെ പാടുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ സ്പേസ് ഇല്ല, നമ്മുടെ ഫീല് കൊണ്ടുവരാനുള്ള സ്പേസ് ഇല്ലാതാവും. അപ്പൊ ആദ്യം ഒരു വോയിസ് ഒരു ലെവലിൽ നിർത്തിയിട്ട് അതിന്റെ താഴെ ഹസ്കിനെസ് കൊണ്ടുവരണം. അത് മോൾ ഇനി ശ്രദ്ധിച്ചോണം. ബട്ട് ടോട്ടലി നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു, നല്ല സെലക്ഷൻ, ഉഗ്രം പാട്ടാണ് ചിത്ര ചേച്ചി പാടിയത്. ഇതൊരു മെയിൽ വെർഷൻ കൂടെ ഉണ്ടോ ഈ പാട്ടിന്? എനിക്ക് നിഷാദ് പാടിയിട്ടുണ്ട്. കെ നിഷാദ് കേട്ടിട്ടുണ്ടോ? ഒരു ഉഗ്ര സിംഗറാണ്, നല്ല സിംഗറാണ്, നല്ല പെർഫെക്ഷൻ ഉള്ള ഒരു സിംഗറാണ്. ആളെ കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, നിഷാദും പാടിയിട്ടുണ്ട്. ഇപ്പൊ മോള് പാടിയതിൽ ഇപ്പൊ പ്രശ്നം ഇപ്പം ശ്രീകുട്ടങ്ങൾ പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ തന്നെ ലാസ്റ്റിലും നിർത്തുന്നത് അതങ്ങനല്ല, ആ സംഗതികളൊക്കെ പോയി. അപ്പൊ അത് തന്നെയാണ് കുറച്ച് തുടക്കം മുതൽ പാടിയപ്പോ ഹസ്കി ആയിട്ടാണ് മോളെ മൊത്തം പാടിയത്. അപ്പൊ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല. ഹസ്കി ആക്കേണ്ട സ്ഥലത്ത് അപ്പൊ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു?
അത് ശരി. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ചിരിപ്പിക്കണ്ടേ? ഇത്രയും പറഞ്ഞിട്ട് ഇപ്പൊ ചിരിപ്പിക്കല്ലേ? അപ്പൊ ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. എന്തേ നീ എന്തേ, പൊന്നെ ഇന്നെന്നെ, എന്തു നൽകാൻ, തഴുകാനോ, വളരെ ബ്രത്ത് കിട്ടുന്നില്ല, ആ ഫിനിഷിങ് കറക്റ്റ് ആവുന്നില്ല. ഇത് വെറുതെ വെറുതെ പാടി അവസാനം കൂടി അവിടെ വരെ എത്തട്ടെ. ഫുൾ ബ്രത്ത് എടുക്ക്, ഫുൾ ബ്രത്ത്. അതിന് വെറുതേക്ക് മുന്നേ എടുത്തു, മൊത്തം അങ്ങ് എടുത്തു. മൊത്തമുള്ള ശ്വാസം മുഴുവൻ വെറുതെ അങ്ങ് എടുത്തു. അതെ. യെസ്. ആ ശ്വാസം എടുത്തപ്പോ കണ്ട ആ വോയിസിന് ക്ലാരിറ്റി കണ്ടോ? ആ വോയിസ് നല്ല ക്ലാരിറ്റി വന്നു. ഇത് കേൾക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നുന്നു ഈ പാട്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അനശ്വരക്കുട്ടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ മോക്ക് ഇപ്പൊ അത്യാവശ്യം രണ്ടുപേരും വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. പക്ഷെ മോക്ക് മോളുടെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. സാധാരണ ഒരാൾക്ക് ഇത്രയും പോലും ഭംഗിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് മോളുടെ ഈ പ്രായത്തില് കേൾക്കുമ്പോൾ നിസ്സാരം എന്ന് തോന്നുന്നെങ്കിൽ ചിത്ര ചേച്ചി അയ്യോ അത്ര രസമായിട്ട് പഠിക്കുന്നത്. എം ജയേന്ദ്രൻ സാറിന്റെ ഇതിലെ എല്ലാ പച്ചപ്പനന്തത്തെ അടക്കം എല്ലാം ആണെങ്കിലും ഈ പാട്ടിന് എന്തോ ഒരു മാസ്മരികതയുണ്ട്. ഇത് ഭയങ്കര ഫീല് കൊടുത്തും പിന്നെ അങ്ങനെ അത്രയും പോവുകയും ചെയ്യണം. അതൊക്കെ മോക്ക് കിട്ടി. പിന്നെ കുറച്ച് ബ്രത്ത് കൺട്രോൾ, കുറച്ച് സംഗതികൾ ചെയ്യേണ്ട, പിന്നെ ഹസ്കി അത് അറിയത്തില്ലല്ലോ. മോഡുലേഷൻ ഒക്കെ മോൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ റേഞ്ചിലെത്തി അതിന്റെ ഇടയിലെ സ്വരങ്ങൾ പാടിയത് നല്ല സോങ് സെലക്ഷൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അതിന്റെ റിസൾട്ട് ഈ പാട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. So today we are giving you 97 out of 100. Thank you, sir. ആടി ഒരു നോട്ടപ്പുകുറ്റി.